ഈ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് റേഷൻ നിഷേധിച്ച് ബി.ജെ.പി. സർക്കാർ. SIR-ന് ശേഷം പട്ടികയിൽ പേരില്ലാത്തവർക്കാണ് റേഷൻ നിഷേധിക്കുന്നത്. ബീഹാറിൽ സർക്കാർ ക്ഷേമ പദ്ധതികളും ലഭിക്കുന്നില്ല. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, എന്താണ് ശരത്ത് നിലവിലെ സാഹചര്യം? ഇപ്പം ബംഗാളിൽ നമുക്ക് അറിയാവുന്ന പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പി. സർക്കാർ, അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്ന് 2-3 ദിവസങ്ങളെ ആകുന്നുള്ളൂ. അത് തന്നെയാണ് ശ്രീലക്ഷ്മി. കാരണം ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഈ തീരുമാനം യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചത്. കാരണം SIR പേരില്ലാത്തവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. എന്നാൽ SIR-ന് പുറത്താവുകയും ട്രിബ്യൂണലിൽ ഇപ്പോൾ കേസ് നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം നൽകുന്നത് തുടരും. അത് ട്രിബ്യൂണലിൻ്റെ വിധിക്കനുസരിച്ചായിരിക്കുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ഒരു ഭയപ്പാടുകളുണ്ടായിരുന്നു. SIR പൗരത്വമാണ്, സ്വാഭാവികമായിട്ട് പൗരത്വം നോക്കിയിട്ടുള്ള ഒരു നടപടിക്രമമാണ് SIR വരുന്നത്. അതുകൊണ്ട് തന്നെ SIR പേരില്ലാതിരിക്കുക അത് പൗരത്വം നിഷേധിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയം നേരത്തെ തന്നെ ഈ SIR-നെ എതിർത്ത പ്രതിപക്ഷ പാർട്ടികൾ, തൃണമൂൽ ആയാലും ശരി, കോൺഗ്രസ് ആയാലും CPM ആയാലും പ്രകടിപ്പിച്ചിരുന്നു. ആ ഭയാശങ്കകൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ബീഹാറിലാകട്ടെ BJP മുഖ്യമന്ത്രി വന്ന ശേഷം ബീഹാറിൽ SIR പേരില്ലാത്തവർക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ ആനുകൂല്യം ലഭിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വിവിധ ക്ഷേമ പെൻഷനുകൾ അല്ലെങ്കിൽ വിവിധ ആരോഗ്യ സ്കീമുകൾ ഇതൊന്നും തന്നെ SIR-ൽ പേരില്ലാത്ത, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ലഭിക്കില്ല എന്നതാണ് ഇപ്പോൾ ബീഹാർ സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും BJP സർക്കാർ ഇക്കാര്യത്തിൽ SIR അതൊരു പൗരത്വം തന്നെയാണ് എന്ന രീതിയിൽ തന്നെ കണക്കാക്കി തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതൊരു കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് സുപ്രീം കോടതിയിൽ വരെ ഇത് നീളാമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ബംഗാൾ സർക്കാർ ഇത്തരമൊരു നിലപാടെടുത്തതിനെ കടുത്ത ഭാഷയിൽ തന്നെ തൃണമൂലും അതേപോലെ തന്നെ CPM-ഉം കോൺഗ്രസും വിമർശിച്ചിട്ടുണ്ട്. ഇതിൽ പൊതുജന പ്രക്ഷോഭത്തിൽ ഇറങ്ങുമെന്ന് തൃണമൂൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി ശരി ശരത്ത്, ശരി. ഇപ്പോൾ ബംഗാളിലെ